من يطع الرسول فقد أطاع الله ومن تولى فما أرسلناك عليهم حفيظا ويقولون طاعة فإذا برزوا من عندك بيت طائفة منهم غير الذي تقول والله يكتب ما يبيتون فأعرض عنهم وتوكل على الله وكفى بالله وكيلا من يطع الرسول ആരെങ്കിലും ഈ പ്രവാചകനെ വഴിപ്പെട്ടാൽ ഫഖദ് അതാഅ അല്ലാഹ് അവൻ അല്ലാഹുവിനെയാണ് അനുസരിച്ചിരിക്കുന്നത്. വമൻ തവല്ല ആരെങ്കിലും പിന്തിരിഞ്ഞ് നടന്നാൽ ഫമാ അർസൽനാക അലൈഹിം ഹഫീളാ നാം താങ്കളെ അവരുടെ മേൽ രക്ഷാധികാരിയായി സൂക്ഷിപ്പുകാരനായി നിയോഗിച്ചിട്ടില്ല. വയഖൂലൂൻ അവർ പറയുന്നു താഅത്തുൻ ഞങ്ങളെല്ലാം അനുസരിക്കാൻ തയ്യാറാണെന്ന്. ഫഇദാ ബറസൂ മിൻ ഇൻദിക് അവർ താങ്കളുടെ അരികിൽ നിന്നും വെളിയിലേക്ക് പോയാൽ ബയ്യത ത്വായിഫത്തും മിൻഹും അവരിൽ ഒരു കൂട്ടം ആളുകൾ രാത്രിയിൽ രഹസ്യം പറയുന്നു ഗൈറല്ലദീ തഖൂൽ അവർ പറഞ്ഞതല്ലാത്ത കാര്യത്തെ രഹസ്യം പറയുന്നു. വല്ലാഹു യക്തുബു മാ യുബയ്യിതൂൻ അവരുടെ സംസാരങ്ങൾ പടച്ചവൻ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഫഅഅരിദ് അൻഹും ആകയാൽ താങ്കൾ അവരിൽ നിന്നും മുഖം തിരിക്കുക. വതവക്കൽ അലല്ലാഹ് അല്ലാഹുവിന്റെ മേൽ ബലമേൽപ്പിക്കുക. വകഫാ ബില്ലാഹി വകീലാ കാര്യങ്ങൾ നിർവഹിച്ചു തരാൻ അല്ലാഹു തന്നെ മതിയായവനാണ്. സയ്യിദുൽ കൗനൈൻ ഖാതിമുൻ നബിയ്യീൻ ഷഫീഉൽ മുദ്നിബീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യപ്രവാചകത്വത്തെ പ്രഘോഷണം ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ ആയത്ത് അവസാനിപ്പിച്ചത്. ഇതിൽ അല്ലാഹു തആല ആദ്യമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടമയെ പറ്റി പറയുന്നു. من يطع الرسول فقد أطاع الله മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പ്രധാനപ്പെട്ട ഒരു കടമ അനുസരണയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം വിശ്വസിക്കാൻ പറഞ്ഞോ അതിൽ വിശ്വസിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം ചെയ്യാൻ പറഞ്ഞു അത് ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം ചെയ്യരുതെന്ന് പറഞ്ഞു അത് ചെയ്യാതിരിക്കുക. മൻ യുതിഇർ റസൂൽ അങ്ങനെ ചെയ്താൽ എന്ത് കിട്ടും? രക്ഷിതാവായ പടച്ചവനെ അനുസരിച്ചവനാകും. من يطع الرسول فقد أطاع الله ആര് ഈ ദൂതനെ അനുസരിച്ചോ അവൻ അല്ലാഹുവിനെ അനുസരിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ദൂതനാണ്. ആ ദൂതനെ അനുസരിക്കുക എന്നുള്ളത് അല്ലാഹുവിനെ അനുസരിക്കലാണ്. من يطع الرسول فقد أطاع الله തിരിച്ച് അല്ലാഹു കാക്കട്ടെ ആരെങ്കിലും പ്രവാചകനെ അനുസരിച്ചില്ല എങ്കിൽ അവൻ അല്ലാഹുവിനെയും അനുസരിച്ചിട്ടില്ല. ഈ കാലഘട്ടത്തിലെ
വലിയ ഒരു ഫിത്നകളിൽ ഒന്നാണ് പരിശുദ്ധമായ ഹദീസിന്റെ പ്രാമാണികതയെ ചോദ്യം ചെയ്യുക. ഖുർആനാണ് പ്രമാണം, അത് മാത്രം അംഗീകരിച്ചാൽ മതി. ഹദീസൊന്നും പ്രമാണമല്ല. നിരവധി ആയത്തുകളിലൂടെ ഈ വാദത്തെ ഖണ്ഡിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണിത്. ആരെങ്കിലും എനിക്ക് ഖുർആൻ മതി, അള്ളാഹു മതി, ഹദീസ് വേണ്ട, റസൂലിനെ വേണ്ടെന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹുവിനെ വേണ്ട, ഖുർആനിനെ വേണ്ട എന്ന് പറഞ്ഞവനാണ്. ആര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നു അവൻ ഉടമസ്ഥനായ അള്ളാഹുവിനെ അനുസരിച്ചവനാണ്. ومن تولى فما أرسلناك عليهم حفيظا. ഇത് കേട്ടിട്ടും ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും മുഖം തിരിച്ചു, എനിക്ക് ഹദീസ് വേണ്ട, പ്രവാചകനെ വേണ്ട, എനിക്ക് അനുസരിക്കാൻ വയ്യ എന്നാരെങ്കിലും പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദൂതരെ താങ്കൾ പ്രയാസപ്പെടേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ കരുണയുള്ള വ്യക്തിത്വമായിരുന്നു. ആരെങ്കിലും പിന്തിരിഞ്ഞ് നടക്കുന്നത് കണ്ടാൽ തങ്ങൾക്ക് വലിയ വേദനയും പ്രയാസവും അനുഭവപ്പെട്ടിരുന്നു. അള്ളാഹു താങ്കളെ സമാശ്വസിപ്പിക്കാൻ പറയുന്നു, വമൻ തവല്ലാ ഫമാ അർസൽനാക അലൈഹിം ഹഫീളാ. ആരെങ്കിലും പിന്തിരിഞ്ഞ് നടന്നാൽ താങ്കൾ അവരെപ്പറ്റി ചിന്തിക്കേണ്ടതില്ല. താങ്കളുടെ കർത്തവ്യം താങ്കൾ നിർവഹിക്കുക, സത്യത്തിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നതാണ് താങ്കളുടെ കർത്തവ്യം. അത് താങ്കൾ നിർവഹിച്ചു കഴിഞ്ഞു. ആളുകളെ സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും പിടിച്ചു വലിച്ച് അനുസരണയുള്ളവരാക്കാനും താങ്കളെ ചുമതലപ്പെടുത്തപ്പെട്ടിട്ടില്ല. ومن تولى فما أرسلناك عليهم حفيظا. ഇത് പ്രബോധകന്മാർക്കും സമാശ്വാസമാണ്. പ്രബോധനം നടത്തുമ്പോൾ, അധ്യാപനം നടത്തുമ്പോൾ ഒരു കൂട്ടം ആളുകൾ വളരുന്നതായും വേറൊരു കൂട്ടം ആളുകൾ വളയുന്നതായും കാണാൻ സാധിക്കും. പ്രബോധകന് വലിയ ദുഃഖമുണ്ടാകും, ഗുരുനാഥന് വലിയ അസ്വസ്ഥതയുണ്ടാകും. അള്ളാഹു അത്തരം ആളുകളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നു, ആളുകളെ നന്നാക്കാനുള്ള ബാധ്യതയൊന്നും താങ്കൾക്കില്ല. അത് ഓരോരുത്തരും ആഗ്രഹിക്കണം, പരിശ്രമിക്കണം. കരുണാവാരതിയായ രക്ഷിതാവ് അവർക്ക് അനുവദിച്ചു കൊടുക്കും. താങ്കൾക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടില്ല. താങ്കളുടെ ബാധ്യത പഠിപ്പിക്കേണ്ടതുപോലെ പഠിപ്പിക്കുന്നു, പ്രബോധനം ചെയ്യേണ്ടതുപോലെ ചെയ്യുന്നു. ഇതാണ് താങ്കളുടെ ബാധ്യത, അത് നിർവഹിക്കും. ومن تولى فما أرسلناك عليهم حفيظا ويقولون طاعة. ഇതിനെ തുടർന്ന് അല്ലാഹു തആല പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധിതർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ളവർ, ഇന്നുമുള്ളവർ രണ്ട് വിഭാഗമാണ്. ഏത് വിഭാഗത്തിൽ പെടണമെന്ന് ഓരോ ഖുർആൻ സംബോധിതനും ആലോചിച്ചു കൊള്ളുക. ഒരു കൂട്ടം ആളുകൾ വയഖൂലൂന ത്വാഅ, ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അവരനുസരിക്കുന്നു. അള്ളാഹു നമ്മളെ ആ ഗണത്തിൽ പെടുത്തുമാറാകട്ടെ. വൈദ്യന്റെ മുമ്പിലിരിക്കുന്ന പാവപ്പെട്ട രോഗി, നിഷ്കളങ്കൻ, വൈദ്യൻ എന്ത് പറയുന്നു അതെല്ലാം അനുസരിക്കാൻ തയ്യാറാണ്. ഇദ്ദേഹത്തിന് രോഗം മാറുമെന്ന് പ്രതീക്ഷിക്കാം. ഈ രീതിയിലൊരു വിശ്വാസി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ പഞ്ചപുച്ഛമടക്കിയിരിക്കണം. തങ്ങളെ എന്ത് പറയുന്നു ഞാൻ അംഗീകരിക്കാം. അങ്ങനെ അംഗീകരിക്കുന്നവരുടെ മുഴുവൻ വിശ്വാസപരമായ ന്യൂനതകളും മാറി നല്ല വിശ്വാസമുള്ളവരായിട്ട് മാറും. ലോകത്തുള്ള ആശുപത്രികളുടെയും മുഹമ്മദി ആശുപത്രിയുടെയും ഇടയിലുള്ള വ്യത്യാസം ഇതാണ്. ആശുപത്രികളിൽ അനുസരിച്ചാൽ രോഗം മാറാം, അള്ളാഹു മാറ്റുമാറാകട്ടെ. ചിലപ്പോൾ രോഗം മാറാതിരിക്കാം. പക്ഷേ മുഹമ്മദി ഷിഫാഖാന, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിത്തട്ട് നല്ല മനസ്സോടുകൂടി വരുന്നോ നന്നായിട്ടേ കാര്യമുള്ളൂ, ഉറപ്പ്. ويقولون طاعة فإذا برزوا من عندك بيت طائفة منهم
غير الذي تقول. വേറൊരു കൂട്ടം ആളുകൾ ഓളത്തിനത്ത് ഒഴുകുന്നവരാണ്. പ്രവാചക സന്നിധിയിൽ ഇരിക്കുമ്പോൾ അനുസരിക്കാം എന്നവർ പറയും. പക്ഷെ അവിടെ നിന്ന് മാറി പ്രത്യേകിച്ചും രാത്രിയുടെ ഇരുളിലേക്കായി കഴിഞ്ഞാൽ, ഈ ഇരുളുമാകാം, അല്ലെങ്കിൽ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, മനസ്സിന്റെ ഇരുളുമാകാം, മോശപ്പെട്ട കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ടു. ഇന്നത്തെ കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യം കൂടി പടച്ചവൻ അറിയിക്കുകയാണ്. ഫേസ്ബുക്ക് തുറന്നു, യൂട്യൂബ് തുറന്നു, അവരുടെയും ഇവരുടെയും കാര്യങ്ങളെല്ലാം കണ്ടു. ഒരു കൂട്ടം ആളുകൾ രാത്രി സമയത്തിരുന്ന് നേരത്തെ പറഞ്ഞതല്ലാത്തതായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രവാചക സന്നിധിയിൽ നിന്ന് അനുസരിക്കാം തയ്യാറാണ്. സത്യവിശ്വാസികളുടെ സദസ്സിലിരുന്നപ്പോൾ പാലിക്കാം, മാനിക്കാം എന്നെല്ലാം പറഞ്ഞതാണ്. പക്ഷേ അവസ്ഥ മാറി, കൂട്ടുകെട്ട് മാറി, സാഹചര്യം മാറിയപ്പോൾ അവർ നേരത്തെ പറഞ്ഞതല്ലാത്ത കാര്യം പറയുന്നു. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ചുമ്മാതെ കുറേ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എൻജോയ് ലൈഫ്, സുഖമല്ല ജീവിതം. വല്ലാഹു യക്തുബു മാ യുബയ്യിതൂൻ. അവർ രഹസ്യമായി പറഞ്ഞതും രഹസ്യമായി പ്രവർത്തിച്ചതും രഹസ്യമായി കണ്ടതും രഹസ്യമായി കേട്ടതുമായ മുഴുവൻ കാര്യങ്ങളും പടച്ചവൻ കുറിച്ചു വെക്കുന്നതാണ്. ആരും വിചാരിക്കരുത് പരസ്യത്തിൽ മാത്രമാണ് പടച്ചവന്റെ കണ്ണെന്ന്. ഇരവിന്റെ ഇരുട്ടിൽ സ്വകാര്യതയുടെ മൂലയിൽ മുഴുവനും പടച്ചവന്റെ നോട്ടമുണ്ട്. അവരുടെ രഹസ്യങ്ങൾ മുഴുവനും, ഗൂഢാലോചനകൾ, സംസാരങ്ങൾ, പരസ്പരമുള്ള അഭിപ്രായങ്ങൾ എല്ലാം അല്ലാഹു എഴുതി വെക്കുന്നുണ്ട്. ഇതവരെ പറ്റി പറഞ്ഞത്. ഇനി പ്രവാചകന്റെ ദൗത്യമെന്ത്, പ്രബോധകന്റെ ദൗത്യമെന്ത് നോക്കി ഖുർആൻ വീണ്ടും അവരെ പറ്റി പറയുകയാണ്. فأعرض عنهم وتوكل على الله وكفى بالله وكيلا. തങ്ങളെ അവരിൽ നിന്നും മുഖം തിരിക്കും, അങ്ങ് അല്ലാഹുവിൽ ഭരമേൽപ്പിക്കും, എന്നിട്ട് അങ്ങ് നേരായിട്ട് മുമ്പോട്ട് നീങ്ങും, പ്രവർത്തനം തുടരും. അവന്മാർക്ക് അങ്ങയെ വേണ്ട, വേറെ ആളുകൾക്ക് വേണം. ലോകത്തിന് അവസാനം വരെയും വസന്തം പൊഴിച്ചുകൊണ്ടിരിക്കണം. فأعرض عنهم وتوكل على الله. താങ്കൾ അവരിൽ നിന്നും മുഖം തിരിക്കും, ചുമ്മാതെ വേണ്ടാത്തവരുടെ പുറകിൽ നടക്കാതിരിക്കും. ഇതിനർത്ഥം ഒരു പ്രാവശ്യം പറഞ്ഞ് ഞാനങ്ങ് പോകുന്നു പറയാനില്ല. കഴിവിന്റെ പരമാവധി പരിശ്രമിക്കണം. അള്ളാഹു ഉസ്താദുമാരെ അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു മഹാന്മാരെ ഉലമാക്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര പ്രാവശ്യമാണ് പറയുന്നത്. പലപ്പോഴും നിരാശയുടെ വേലിയേറ്റം അവർക്കുണ്ടാകും. എന്നിട്ടും പ്രതീക്ഷ. فأعرض عنهم وتوكل على الله. അല്ലാഹുവിൽ ഭരമേൽപ്പിച്ച് താങ്കൾ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അബൂജഹലിന് ഫലിച്ചില്ല, ഇക്രിമയ്ക്ക് മകന് ഫലിച്ചേക്കാം. അബൂജഹലിന്റെ ആളുകൾക്ക് ഫലിച്ചില്ല, അദ്ദേഹത്തിന്റെ മരുമകൾക്ക് ഫലിച്ചേക്കാം. വകഫാ ബില്ലാഹി വകീലാ. ഇത് കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടാൻ അള്ളാഹു തീർത്തും മതിയായവനാണ്. എല്ലാം പടച്ചവനെ ഏൽപ്പിക്കും. മൗലാന മുഫ്തി മുഹമ്മദ് ഷഫീ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇത് കുടുംബനാഥന്മാർക്ക്, ഗുരുനാഥന്മാർക്ക്, പ്രബോധകന്മാർക്ക്, നേതാക്കന്മാർക്ക്, പ്രസിഡന്റുമാർ, ഇങ്ങനെയുള്ളവർക്കുള്ള വലിയൊരു നിർദ്ദേശം കൂടിയാണ്. ചുമ്മാതെ കാര്യങ്ങൾ നോക്കി വെറുതെ കറങ്ങി നടക്കരുത്. ഉത്തരവാദിത്തം നിർവഹിക്കും, എന്നിട്ട് പടച്ചവരിലേക്ക് നോക്കി കർത്തവ്യങ്ങൾ നിർവഹിച്ച് മുമ്പോട്ട് പോകും. ആരോപണ പ്രത്യാരോപണങ്ങളുമായി നടന്ന് ജീവിതം ചീത്തയാക്കാതിരിക്കും. فأعرض عنهم وتوكل على الله. നിങ്ങളുടെ ലക്ഷ്യം ശരിയാണോ, മാർഗം നന്നാണോ, തീർച്ചയായും നിങ്ങൾക്ക് വിജയം തന്നെ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പാഴാകുന്നതല്ല. വകഫാ ബില്ലാഹി വകീലാ. അള്ളാഹു നമുക്ക് കാമില ഈമാൻ നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണമായി അനുസരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
അള്ളാഹു നമുക്ക് ദീനുമായി ശരിയായ ബന്ധം നസീബാക്കുമാറാകട്ടെ. എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു മാപ്പാക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല അവസ്ഥകൾ, നല്ല സാഹചര്യങ്ങൾ നൽകുമാറാകട്ടെ. ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങളെ തൊട്ടും അള്ളാഹു നമ്മെയും മുഴുവൻ സഹോദരങ്ങളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു തആല എല്ലാവിധ ആഫിയത്ത്, സന്തോഷം, സമാധാനം നൽകുമാറാകട്ടെ.